ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് പൈപ്പ് ആൻഡ് ടാങ്ക്. പൈപ്പും ടാങ്ക് എന്ന് പറയുന്ന പോർഷനാണ്. നമ്മൾ വർക്കും ടൈമും ഒക്കെ പഠിച്ചായിരുന്നു അല്ലെ, പ്രവൃത്തിയും സമയം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചായിരുന്നു. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കിടക്കുന്നതാണ് ഈ പൈപ്പും പൈപ്പും ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പൈപ്പ് തുറക്കുകയാണ്. പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും, ഒരു പൈപ്പ് തുറക്കുന്നുണ്ട്, ടാങ്കിൽ ഒരു ഓട്ടയുണ്ട്, അപ്പൊ വെള്ളം കാലിയാൻ എത്ര സമയം എടുക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ പൈപ്പും ടാങ്ക് എന്ന് പറയുന്ന പോർഷനിൽ ചോദിക്കാറ്. അത് ഈസിയാണ്. നമ്മൾ ആ പ്രവൃത്തി സമയം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചില്ലേ, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം തന്നെ. ആ ഇക്വേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പെട്ടെന്ന് തീരും. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ടാങ്കിലേക്ക് രണ്ട് പൈപ്പ് ഉണ്ട്. ഓക്കെ, രണ്ട് പൈപ്പ് ഉണ്ട്. എ എന്ന പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് സമയം എടുക്കും ടാങ്ക് നിറയാൻ. ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 10 മിനിറ്റ് സമയം എടുക്കും. ഈ രണ്ട് പൈപ്പ് ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ എ എന്ന പൈപ്പ് ഉണ്ട്, ബി എന്ന പൈപ്പ് ഉണ്ട്. എ തുറന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ്, എ തുറന്നാൽ ഒരു സമയം എടുക്കും, ബി തുറന്നാൽ വേറൊരു സമയം എടുക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതാ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാല് ഈ ഒന്നാമത്തെ സമയം. ഓക്കെ, ഒന്നാമത്തെ സമയമാണ് എക്സ്, രണ്ടാമത്തെ സമയമാണ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എക്സ് വൈ ആണ് കണ്ടുപിടിച്ചേക്കാം. ഇപ്പൊ രണ്ടും ഒരുമിച്ച് തുറക്കുവാണ്. ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എത്ര സമയം കിട്ടും അറിയുന്നതാണ് ക്വസ്റ്റ്യൻ. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇപ്പൊ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 15 അല്ലേ, 15 × 10 ബൈ 15 + 10 അല്ലേ, 15 × 10 ബൈ 15 × 10 25 അല്ലേ. 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. 5 5 5 25. ഈ 5ഉം ഈ 10ഉം കട്ട് ചെയ്ത 2. ഇപ്പൊ 3 2 6 മിനിറ്റ് എടുക്കും. ഓക്കെ, രണ്ട് പൈപ്പോടെ തുറന്നാൽ നമുക്ക് 6 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് നിറയും. മനസ്സിലായില്ലേ? ഇക്വേഷൻ മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മുടെ രണ്ട് പൈപ്പ് ഉണ്ട്. എ എന്ന പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് എടുക്കും അല്ലെ, ഇതിന് ഞാൻ എക്സ് എന്നിട്ടു. ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 30 മിനിറ്റ് എടുക്കും. ഇതിനെ നമുക്ക് എന്തിടാം, വൈ നിടാം. അപ്പൊ ഇങ്ങനെ കിട്ടിയാല് ഒരു പൈപ്പ് തുറന്നാല് ഒരു എക്സ് എന്ന് പറഞ്ഞ സമയം, രണ്ടാമത്തെ പൈപ്പ് തുറന്ന വൈ എന്ന് പറഞ്ഞ സമയം എടുക്കുവാണ് ടാങ്ക് നിറയാണെങ്കിൽ ടോട്ടൽ എത്ര സമയം എടുക്കും നമ്മൾ പറയുന്നത്, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ അല്ലെ. അപ്പൊ 15 × 30 ബൈ 15 + 30 അല്ലെ. 15 × 30 ബൈ 15 30 45. 3 വിട്ട് 5 വെച്ച് കട്ട് ചെയ്താല് 6 5 30, 9 5 45. ഇനി ഇവിടെ 3 വെച്ച് കട്ട് ചെയ്താല് 2 3 6, 3 3 9. ഈ 3ഉം ഈ 15 വെട്ടിയാല് 5 3 15 അല്ലേ. നമുക്ക് ആൻസർ എത്ര കിട്ടി, 5 × 2 10 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്ത പാറ്റേണിലേക്ക് പോകാം നമുക്ക്. ഇനി ഇതാ, ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റ് വേണം. പുറത്തേക്കുള്ള ഒരു പൈപ്പിലൂടെ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി ടാങ്ക് ശൂന്യമാക്കാൻ 6 മിനിറ്റ് വേണം. ഈ രണ്ട് പൈപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാൽ ടാങ്ക് എത്ര സമയം അറിയാം. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് പൈപ്പ് ഉണ്ട്. അപ്പൊ പൈപ്പ് എന്താ പറ്റിയേ, രണ്ട് പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് ഒരു പൈപ്പ് എന്തായിരിക്കും, ഇതിലേക്ക് വെള്ളം ഒഴുകി നിറച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പാണ് അല്ലെ, വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പാണ്. അപ്പൊ 4 മിനിറ്റ് സമയം കൊണ്ടാണ് ആ ടാങ്ക് നിറയുന്നത് അല്ലെ. ടാങ്ക് നിറയുന്നത് 4 മിനിറ്റ് കൊണ്ടാണ്. ഇനി ആ ടാങ്കിലെ വെള്ളം നമ്മൾ ഒഴുക്കി കളയുവാണെങ്കിൽ വേറൊരു രണ്ട് പൈപ്പ് ഉണ്ട്. ഒരു പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയും, ഒരു പൈപ്പ് തുറന്നാൽ ടാങ്കിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകും. അപ്പൊ ഞാൻ ആ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ 6 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് കാലിയാവും. മറ്റേ പൈപ്പ് തുറന്നാൽ 4 മിനിറ്റ് കൊണ്ട് വെള്ളം നിറയും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ എത്ര സമയം കൊണ്ട് വെള്ളം നിറയുന്നതാണെങ്കിൽ എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ എടുത്താൽ മതി. എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 6 × 4 ബൈ വലിയതിന് ചെറുത് കുറച്ചാൽ മതി, 6 - 4. ഓക്കെ, വലിയതിന് ചെറുത് കുറയ്ക്കാം കേട്ടോ. അപ്പൊ 6 - 4 നെഗറ്റീവ് ആവാതിരിക്കാൻ. അപ്പൊ 6 4 24 ബൈ 2, 12 മിനിറ്റ് എന്ന് കിട്ടും കേട്ടോ. 12 മിനിറ്റ് മനസ്സിലായില്ലേ. അപ്പൊ എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഓർത്താൽ മതി. ആദ്യത്തെ എന്തായിരുന്നു, രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടത്. ഇവിടെ നമ്മൾ രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
എന്താ ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 16 മിനിറ്റ് വേണം, പുറത്തേക്ക് മുഴുവൻ ഒഴുകിപ്പോയി ടാങ്ക് ശൂന്യമാകാൻ 20 മിനിറ്റ് വേണം. ഈ രണ്ട് പൈപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? നോക്കിയേ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്നല്ല ഇക്വേഷൻ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എക്സ് വൈ 16 × 20 ബൈ 20 മൈനസ് 16. 16 × 20 ബൈ 20 നിന്ന് 16 പോയാൽ 4 അല്ലേ? 4 4 5 4 20 16 5 80 മിനിറ്റ് എന്ന് കിട്ടും. 80 മിനിറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ആദ്യത്തേതായിരുന്നു എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇനി അതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ. 3 പൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ 3 പൈപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതാ, എക്സ് വൈ ഇസഡ് ബൈ എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് വൈ. ഇങ്ങനെ 3 പൈപ്പ് ഉണ്ട്. എ എന്ന പൈപ്പ് 12 മിനിറ്റ് കൊണ്ട് അത് എക്സ് ആയിട്ട് എടുക്കാം. ബി എന്ന പൈപ്പ് 15 മിനിറ്റ് കൊണ്ട് അത് വൈ ആയിട്ട് എടുക്കാം. സി എന്ന പൈപ്പ് 10 മിനിറ്റ് കൊണ്ട് അത് ഇസഡ് ആയിട്ട് എടുക്കാം. 3 പൈപ്പ് നമ്മൾ ഓൺ ആക്കുകയാണ്. അപ്പൊ ടാങ്ക് നിറയാൻ എത്ര സമയം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ബൈ വൈ ഇസഡ്, പിന്നെ എല്ലാത്തിന്റെ കോമ്പിനേഷൻസ് എക്സ് ഇസഡ് വൈ ഇസഡ് എക്സ് വൈ നിർത്താൽ മതി. ഇപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4 × 6 × 12 ബൈ 4 × 6 പ്ലസ് 4 × 12 പ്ലസ് 6 × 12 അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, 6 × 12 മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മണിക്കൂറിന് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം. 2 മണിക്കൂറിനായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പൊ എക്സ് വൈ സെഡ് ബൈ എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് വൈ 3 കിട്ടിയാൽ. ഓക്കെ, അടുത്തതാ, ഒരു ടാങ്കിലെ പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ചുവടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 16 മിനിറ്റ് എടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ നമ്മളൊരു ടാപ്പ് തുറന്നിടുന്ന കേസ് പറഞ്ഞില്ലേ? ടാപ്പ് തുറന്നിടുമ്പോ വെള്ളം പുറത്തേക്ക് പോകുന്നത് ആ ടാപ്പിന് പകരം നമ്മൾ ഇവിടെ എന്ത് പറയുന്നു? ഒരു ലീക്കാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നാല് എന്താ നമ്മുടെ ഇക്വേഷൻ? എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് അല്ലേ? എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ്. നോക്കിയേ, ഇതിനെ എക്സ് ആയിട്ട് എടുക്കുക, ഇതിനെ വൈ ആയിട്ട് എടുക്കുക. മനസ്സിലായി? ഇക്വേഷൻ മനസ്സിലായി? ഒരു പൈപ്പ് ഉണ്ട്, ഒരു ടാങ്ക് ഉണ്ട്, അത് തുറക്കുകയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് വെള്ളം, ആ ടാപ്പിലെ വെള്ളം കാരണം അത് നിറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു ഓട്ടയുണ്ട്, ലീക്ക് ഉണ്ട്. ആ ലീക്ക് കാരണം വെള്ളം പുറത്തേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിറയാൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് എടുത്താൽ മതി. അപ്പൊ 12 × 16 ബൈ 16 മൈനസ് 12 അല്ലേ? 12 × 16 16 മൈനസ് 12 എന്ന് വെച്ചാൽ 4 ആണ്. 4 വെട്ടി 3 അല്ലേ? അപ്പൊ 16 × 3 എന്ന് വരും അല്ലേ? എത്ര വരും? ആൻസർ 48. 16 3 48 അല്ലേ? 48 മിനിറ്റ്. 48 മിനിറ്റ് ആണ് ആ ടാങ്ക് നിറയാനായിട്ട്. അല്ല, നിറയല്ലോ, ഫുള്ള് കാലിയാവാനായിട്ട് എടുക്കുന്ന സമയം 40. കാരണം 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും, 16 മിനിറ്റ് കൊണ്ട് ലീക്കിലോ ഇതിലോ ഒഴുകിപ്പോയി ഫുൾ ഒഴുകി പോകാനായിട്ട് 48 മിനിറ്റ് എടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 4 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ചൂടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 6 മിനിറ്റ് സമയം എടുക്കും. എങ്കിൽ ലീക്കിലൂടെ മൊത്തം ജലം ഒഴുകി പോകാൻ എത്ര സമയം എടുക്കും? ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്ക് നിറയാൻ 4 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഇതിൽ ലീക്ക് കാരണം ടാങ്ക് മൊത്തം കാലിയാവാൻ 6 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇക്വേഷൻ എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് എന്ന് എടുത്താൽ മതി. ടാങ്ക് കാലിയാവാന്ന് കണ്ടാൽ എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് എന്ന് എടുക്കാം. അപ്പൊ 4 × 6 ബൈ 6 മൈനസ് 4. അപ്പൊ 24 ബൈ 6 4 പോയാല് 2 അല്ലേ? അപ്പൊ 12 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 12 മിനിറ്റ് സമയം വേണം. ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് സമയം വേണം. ഇവ രണ്ടും 4 മിനിറ്റ് ഒരുമിച്ച് പ്രവർത്തിച്ച ശേഷം എ എന്ന പൈപ്പ് അടയ്ക്കുന്നു. എങ്കിൽ ബി എന്ന പൈപ്പിലൂടെ മാത്രം ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം വേണം? അതായത് ഒരു എ എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? 12 മിനിറ്റ് വേണം. ബി തുറന്നാൽ എത്ര സമയം വേണം? 15 മിനിറ്റ് വേണം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തുറക്കുവാന്ന് വിചാരിക്കാം. എ പ്ലസ് ബി എന്ന് പറയുന്ന സാധനം, അതായത് എ പ്ലസ് ബി ഒരുമിച്ച് തുറന്നാൽ എത്ര വരും? 1/12 പ്ലസ് 1/15 എന്ന് എഴുതാം. നമ്മൾ മറ്റേ വർക്കിൽ ചെയ്ത പോലെ തന്നെ 1/12 പ്ലസ് 1/15 ആണ് എയും ബിയും ചേർന്ന് ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്ന സമയം. മനസ്സിലായോ? അപ്പൊ 1/12 പ്ലസ് 1/15 എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? നമുക്ക് ഇതിന്റെ LCM 16 അല്ലേ? 60 ആണ് അല്ലേ?
60 5/60 പ്ലസ് ഇവിടെ എത്ര വരും? 4/60 അല്ലെ? 4/60 LCM 60ആണ്. 12ന്റെയും 15ന്റെയും LCM എത്രയാണ്? 60ആണ്. LCM കണ്ടുപിടിക്കാനുള്ള നിങ്ങൾ പഠിച്ചോ. ഇപ്പൊ 60ആണ്. അപ്പൊ 5 4 9/60 അല്ലെ? 9/60 കിട്ടും നമുക്ക്. രണ്ടും എയും ബിയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ, എയും ബി ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാൽ എത്ര സമയം വേണം? 9/60 എന്ന് പറയുന്ന സമയം വേണം ഈ ടാങ്ക് നിറയാനായിട്ട്. ഓക്കെ, ഇനി 4 മിനിറ്റ് ആണ് ഒരുമിച്ച് പ്രവർത്തിച്ചല്ലേ? 4 മിനിറ്റ്. ഇപ്പൊ 4 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 9/60 ഇൻറ്റു 4 എന്ന് എഴുതിയാൽ പോരെ? 9/60 ഇൻറ്റു 4. അത്രയും നേരമാണ് ഇവരെ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചത്. ഇത് നമുക്ക് 9/60 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 9/15 എന്ന് എഴുതാം അല്ലെ? 15 4 അല്ലേ 60? അല്ല, 9/5 അല്ലല്ലോ, തെറ്റിയില്ല. അപ്പൊ നമ്മള് 9/60 എന്ന് പറയുമ്പോ ഈ ഇതിനെ 2 വെച്ച് കട്ട് ചെയ്തു അല്ലെ? ഇത് 30 ഇനി 9ന് 3 വെച്ചിട്ട് ചെയ്ത 3 3 9 10 അപ്പൊ 6/10 അല്ലെ? 6/10 എഴുതാം. ശരിയല്ലേ? 2 30 3 അപ്പൊ നമുക്ക് 6/10 എഴുതാം. 6/10 അല്ല, വീണ്ടും ചെറുതാക്കാം നമുക്ക് വേണമെങ്കിൽ അല്ലെ? എത്ര ചെയ്ത്? 3/5. ഓക്കെ, 3/5. അപ്പൊ 3/5 മതി. ഒന്നൂടെ പറയാം. അപ്പൊ എ പൈപ്പ് തുറന്ന് ടാങ്ക് നിറയാൻ 12 മിനിറ്റ്, ബി പൈപ്പ് തുറന്ന് ടാങ്ക് നിറയാൻ 15 മിനിറ്റ് വേണം. അപ്പൊ എ പ്ലസ് ബി എത്ര മിനിറ്റ് വേണം? 1/12 പ്ലസ് 1/15. അത് കൂട്ടി കഴിയുമ്പോൾ രണ്ടും കൂടി കൂട്ടി കഴിയുമ്പോൾ എത്ര കിട്ടും? 9/60 കിട്ടും അല്ലെ? 9/60. 15ന്റെ 12 LCM ആണ് 60. അപ്പൊ 9/60 കിട്ടി. ഇനി 4 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് ആണ് ഇത് എടുത്തെങ്കിൽ ഇതിന് ഇൻറ്റു 4 ചെയ്താൽ മതി അല്ലെ? 4 മിനിറ്റ് ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 3/15 കിട്ടും. അപ്പൊ 3/15 വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രയും കൂടെ ബാക്കി വേണം? അപ്പൊ ബാലൻസ് എന്തോരം അറിയാനുണ്ട്? ബാലൻസ് അറിയാനുണ്ടെങ്കിൽ 1 - 3/5 എന്ന് എടുത്താൽ മതി. 1 - 3/5. 1 - 3/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 - 3/5 അല്ലെ? 5 - 3/5 അപ്പൊ എത്രയാ? 2/5. അപ്പൊ 2/5 പാർട്ട് ഇനി ഇത് ഫില്ലാകാനുണ്ട് അല്ലെ? 2/5 ഫില്ലാവാനുണ്ട്. ഇനി നമുക്ക് എത്രയാണ് വേണ്ടത്? ഏത് പൈപ്പ് ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? ബി എന്ന പൈപ്പ് അല്ലേ? അപ്പൊ 2/5 ആണ് ഇനി ഫില്ലാക്കാനുള്ളത് ടാങ്കിന്റെ. അപ്പൊ 2/5 ഇൻറ്റു ബി അല്ലേ? അപ്പൊ 2/5 ഇൻറ്റു ബിന്റെ എത്ര സമയം, എത്ര മിനിറ്റ് വേണം ടാങ്ക് എന്നറിയാം? 15 മിനിറ്റ്. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിയുമ്പോൾ 5 3 15. അപ്പൊ 3 2 6 മിനിറ്റ് മതി. 6 മിനിറ്റ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എ എന്ന പൈപ്പ് തുറന്ന ടാങ്ക് നിറയാൻ 12 മിനിറ്റും ബി എന്ന പൈപ്പ് തുറന്ന ടാങ്ക് നിറയാൻ 15 മിനിറ്റും വേണം. അപ്പൊ എ പ്ലസ് ബി രണ്ടും കൂടെ കൊണ്ട് ഒരുമിച്ച് തുറന്നാൽ 1/12 പ്ലസ് 1/15 മിനിറ്റ് വേണം അല്ലെ? 1/12 പ്ലസ് 1/15 എന്ന് പറഞ്ഞാൽ 9/60 എന്ന് എഴുതാം. 9/60 നമ്മൾ 9/60 എന്ന് എഴുതി വെക്കാം. ഇനി 4 മിനിറ്റ് കൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ടാങ്ക് കുറച്ച് ഫില്ലായിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് എന്തോരം ഫില്ലായ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4 മിനിറ്റ് കൊണ്ട് എത്ര വർക്ക് ചെയ്തു? 4 മിനിറ്റ് ഇൻറ്റു 9/60 അല്ലെ? 9/60 ആണ് ഇത് രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള വർക്ക്. അപ്പൊ 9/60 ഇൻറ്റു 4 മിനിറ്റ് ചെയ്തപ്പോൾ ടാങ്ക് എത്ര നിറഞ്ഞു? 3/5 പാർട്ട് ടാങ്ക് നിറഞ്ഞിട്ടല്ലേ? 3/5 പാർട്ട് ടാങ്ക് ഫില്ലായി. ഇനി ബാക്കി എത്ര ഉണ്ട്? ഫുൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 - 3/5. 1 - 3/5 എന്ന് പറയുമ്പോൾ 2/5 എന്ന് കിട്ടും. 2/5 ആണ് ഇനി നമുക്ക് ഫില്ലാകാനുള്ളത് ടാങ്കിൽ അല്ലെ? 2/5 എന്ന് പറയുന്ന വാട്ടർ ഫില്ലാവാൻ കിടക്കുവാണ്. ഇത്രയും ടാങ്ക് ഫില്ലാവാൻ കിടക്കുവാണ്. അത് ബി ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? ബിക്ക് 15 മിനിറ്റ് വേണ്ടേ? അപ്പൊ 2/5 ഫില്ല് ചെയ്യാൻ 2/5 ഇൻറ്റു 15 മിനിറ്റ്. അങ്ങനെ നമുക്ക് 6 മിനിറ്റ് എന്ന് കിട്ടും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. എ എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 20 മിനിറ്റും ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 30 മിനിറ്റ് സമയം. ഇവ രണ്ടും 5 മിനിറ്റ് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച ശേഷം എ പൈപ്പ് അടച്ചു എങ്കിൽ ബി എന്ന പൈപ്പിന് മാത്രം ടാങ്ക് നിറയാൻ എത്ര സമയം? നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. എ പ്ലസ് ബി. എ പ്ലസ് ബിക്ക് എത്ര കിട്ടും? 1/20 പ്ലസ് 1/30 അല്ലെ? 1/20 പ്ലസ് 1/30. അപ്പൊ ഇതിന്റെ LCM എത്രയാ? ഇവിടെ 600 എന്ന് വിചാരിക്കുക.
600 അല്ലേ, എളുപ്പത്തിന്. അപ്പൊ 30 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ, അപ്പൊ 30/600 പ്ലസ് 20/600, അതായത് 30 × 20 മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. 30 × 20 600 ആണ്. അപ്പൊ 50/600 അല്ലേ, അല്ലെങ്കിൽ 5/60. 5/60 എഴുതാം, അല്ലെങ്കിൽ 60 എടുത്താൽ മതി എൽസിയം. ഓക്കെ, ഇപ്പൊ 5/60 എന്ന് തോന്നുന്നു. അപ്പൊ 5/60 എന്ന് പറഞ്ഞാല് 1/12 അല്ലേ, 12 5 60, 1/12. ഇപ്പൊ A+B എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1/12 കിട്ടി. എത്ര മിനിറ്റ് ആണ് ടാങ്ക് ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നത്? 5 മിനിറ്റ് അല്ലേ. അപ്പൊ 5 മിനിറ്റ് വർക്ക് ചെയ്തെങ്കിൽ 5 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1/12 × 5. അപ്പൊ എത്ര കിട്ടി? 5/12. അപ്പൊ 5/12 വർക്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നു. 5/12 വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് എത്ര കിട്ടണം? അപ്പൊ ബാലൻസ് വർക്ക് എന്ന് പറഞ്ഞാല് 1 - 5/12 അല്ലേ. അപ്പൊ 12 - 5/12. 12 - 5 എത്രയാ? 7. 7/12 കിട്ടും. അപ്പൊ ഇനി തീരാനുള്ളത് 7/12 വർക്കാണ് തീരാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി 7/12 വർക്ക് തീരണം. അപ്പൊ 7/12, അപ്പൊ ആരാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്? ബി ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബിന്റെ സമയം എത്രയും 30. 7/12 × 30. ഓക്കെ, 7/12 × 30 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോ 17.5 മിനിറ്റ് എന്ന് കിട്ടും. ചെയ്തോളാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് പൈപ്പിനെ പറ്റി. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്ന പൈപ്പ് തുറന്നാൽ 20 മിനിറ്റും ബി എന്ന് പറയുന്ന പൈപ്പ് തുറന്നാൽ 30 മിനിറ്റുമാണ്. അപ്പൊ രണ്ടും കൂടി 5 മിനിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. 5 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ടാങ്കിന്റെ കുറച്ച് ഫില്ലാവുന്നുണ്ട്. 5 മിനിറ്റ് A+B 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/20 പ്ലസ് 1/30 രണ്ടും കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 1/12 കിട്ടും. സിംപ്ലിഫൈ ചെയ്തിട്ട് 1/12 ആണ് എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള വർക്ക്. അത്രയും വർക്കാണ് അവർ ഒരുമിച്ച് ചെയ്താൽ ചെയ്യുന്നത്. അങ്ങനെ എത്ര മിനിറ്റ് വർക്ക് ചെയ്തു? 5 മിനിറ്റ് വർക്ക് ചെയ്തു. അപ്പൊ 1/12 × 5 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് 5/12 കിട്ടി. ഈ ബാലൻസ് എത്രയുണ്ട്? ടോട്ടൽ 1 ആണ്. അപ്പൊ 1 - 5/12. അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7/12 കിട്ടും. ഇനി ബി മാത്രമാണ്. അപ്പൊ ബിന്റെ എത്രയാ? 30 മിനിറ്റ് അല്ലെ. അപ്പൊ 30 × 7/12, അപ്പൊ 17.5 മിനിറ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ പൈപ്പും ടാങ്ക് എന്ന് പറയുന്ന പോർഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.